ത്യാഗസ്മരണയുടെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പള്ളികളിലും വിവിധ ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചും പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഖുതുബയും നടന്നു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പൗരോഹിത്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും കൂട്ടായ്മയിലൂടെ ഒരു ജനതയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചൂഷണത്തിനെതിരായ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഖലീലുല്ലാഹിക്ക് ലോകത്തോട് പറയാനുള്ളത്. പൗരോഹിത്യവും ഭരണകൂടവും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു ഭരണ സംവിധാനമാണ്. അവിടെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യവും മനുഷ്യരെ അടക്കി ഭരിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ജീവിക്കുവാൻ അവസരം നൽകുകയും. കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ബഷീർ ശിവപുരം നേതൃത്വം നൽകി. വർത്തമാനകാലത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള വിശ്വാസദാർഢ്യത ആർജിച്ചെടുക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാകേണ്ടതുണ്ടെന്നും ഇതര മതസ്ഥരുമായുള്ള സൗഹൃദങ്ങൾ വിപുലപ്പെടുത്താനും കുടുംബ ബന്ധങ്ങൾ ബലപ്പെടുത്താനും പെരുന്നാൾ ആഘോഷങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൽ ഖാദർ അസ്ഹരിയും ഇക്ബാൽ ജുമാ മസ്ജിദിൽ ഷംസുദ്ദീൻ സാദിയും തെക്കേപ്പുറം ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഇർഷാദ് അസ്ഹരിയും നേതൃത്വം നൽകി. അതിഞ്ഞാൽ കോയാപ്പള്ളിയിൽ കരീം മുസ്ലിയാരും കോട്ടച്ചേരി ബദരിയ മസ്ജിദിൽ അബ്ദുൾ റഹ്മാൻ അഷ്റഫിയും കോട്ടച്ചേരി നൂറുൽ മസ്ജിദ് മുസമ്മിൽ ഫൈസി ഇർഫാനിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പരവനടുക്കം ആലിയ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് KP ഖലീലുർ റഹ്മാൻ നദ്വി നേതൃത്വം നൽകി. കാസർകോട്ട് ഇസ്ലാമിക് സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പരസ്പരം ആശംസകൾ കൈമാറിയും ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയുമാണ് ബലിപ്പെരുന്നാൾ ദിനം സമ്പന്നമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.